ഹേ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ഒരു ബെസ്റ്റ് ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്. ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടീം മീറ്റിംഗ്, അതേപോലെ തന്നെ ഒരു ബെസ്റ്റ് നിങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് ബെന്നാർഘട്ട റോഡിലാണ് ഫത്തൂഷ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾക്ക് ഒരുപാട് പരിചയമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ഇവിടെ കഴിക്കാൻ വന്നത് നല്ല മട്ടൻ മന്തിയാണ്. ഹണി ഇത് കാരണം ആ ഒരു ഗൾഫ് സ്റ്റൈല് മന്തി. ഫത്തൂഷിന് ഗൾഫിൽ വേറെ ബ്രാഞ്ച് ഉണ്ടോ? ദുബായിൽ റെസ്റ്റോറൻറ്റ്സ് ആയിട്ടുണ്ടല്ലേ? കാരണം വെച്ചാൽ ഇവരാണ് ആദ്യം ആ ഒരു അറബിക് മന്തി എന്നുള്ള ടേസ്റ്റിൽ, അറബിക് സ്റ്റൈലിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് മട്ടൺ മന്തി, ഹണീദ് മന്തിയൊക്കെ കഴിച്ചത് നിങ്ങളെടുത്തുനിന്നാണ്. പിന്നെ നമ്മൾ ഓണത്തിന് സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പം നമ്മളിന്ന് ടീം മീറ്റിംഗ് ആയിട്ട് ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പം നിങ്ങൾ പുതുതായിട്ട് തുടങ്ങിയതാണ് തവ പ്ലാറ്റർ. പിന്നെ വേറെ എന്തൊക്കെയാണ് വെറൈറ്റി ആയിട്ട് ഒരു മൊഞ്ചത്തി കോഴി മന്തി നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് എല്ലാ ദിവസവും സ്പെഷ്യൽ ഡേ ആയിട്ട് ചെയ്യുന്നുണ്ട്. മൊഞ്ചത്തി കോഴി അതെ സ്പെഷ്യൽ ഡേ ആയിട്ടാണോ ചെയ്യാറ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാവും? അത് സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ ഡേ മറ്റിടാണ്. മെനുവിൽ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് വേണം, താമസിക്കാനുള്ള സൗകര്യം വേണം. പിന്നെ ഇവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹാൾ ഉണ്ട്. എത്ര പേർക്ക് പാർട്ടിക്ക് പറ്റിയൊരു പാർട്ടി ഹാള് 150 മെമ്പേഴ്സിൽ. അപ്പം നിങ്ങളൊരു നല്ലൊരു ബർത്ത്ഡേ പാർട്ടിക്ക് നോക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഹാൾ ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്, പിന്നെ റൂംസ് ഇപ്പോഴും ഇല്ലേ? റൂംസ് ഉണ്ട്. പിന്നെ താഴെ ഒരു കഫറ്റീരിയ ഉണ്ട് അല്ലേ? എല്ലാ സൗകര്യം കൂടി കൂടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ ഫത്തൂഷിൻ്റെ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാനും എല്ലാം കണ്ട് ഇറങ്ങട്ടെ. നമ്മൾ മൊഞ്ചത്തിക്കോയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം. ഫുഡ് കഴിക്കാൻ നല്ല തവ പ്ലാറ്റർ ഉണ്ട്, പിന്നെ മന്തി ഉണ്ട്, ചിക്കൻ മന്തി ഉണ്ട്. പിന്നെ ഇതാണ് മൊഞ്ചത്തിക്കോയി. ഈ മൊഞ്ചത്തിക്കോയും നല്ല ചുടിച്ചുടാ നല്ല പൊറാട്ടി ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഫത്തൂഷ്. ഇപ്പോൾ ഈ ബെന്നാർഘട്ട റോഡ് എന്ന് പറയുമ്പോൾ മടിവാള, താവരക്കര, അല്ലെങ്കിൽ നമ്മുടെ ജയനഗർ, JP നഗർ, ബൊമ്മനഹള്ളി, ഇതൊക്കെ ഇലക്ട്രോണിക് സിറ്റി ഒക്കെ നിയർ ആയിട്ട് തന്നെ വരുന്നൊരു ഏരിയ ആണ് ബെന്നാർഘട്ട റോഡ് പറയുന്നത്. അപ്പം നമ്മളെന്നാൽ ഫുഡ് കഴിക്കാൻ പോവാണ്. ദിൽഷ, ഞാൻ കഴിക്കുന്നത് നോക്കിയെന്നേ. അപ്പോൾ ഈ പ്ലാറ്ററിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് ചിക്കനാണ്. നല്ല ക്രിസ്പി ചിക്കനാണ്. നമ്മൾ ഈ ഐറ്റംസൊക്കെ ഒന്ന് സെർവ് ചെയ്യാനും ഒന്ന് പറയട്ടെ. കാരണം ഈ മൊഞ്ചത്തിക്കോയി എന്ന് പറഞ്ഞാൽ അതിന് ആ മൊഞ്ചോടെ തന്നെ എല്ലാവരും പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ പറയുന്നത് റംസാനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ് ഇവരുടെ ഈ ഒരു ഫത്തൂഷ് എന്ന് പറയുന്നത്. കാരണം ഇവരെ നോമ്പുതുറ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറാണ്. അതേപോലെ തന്നെ എല്ലാ ആഘോഷങ്ങളും, നമ്മളെ മലയാളികളുടെ ക്രിസ്മസ്, ഓണം, എല്ലാ ആഘോഷങ്ങൾക്കും അതിനുള്ള വെറൈറ്റി ഫുഡ് ഇവർ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അറബിക് ഡിഷിൽ ഇവർ ഒന്നുകൂടി ഫോക്കസ്ഡ് ആണ്. ये चिकन, ओके, ये प्रॉन्स हैं, ईरानी टिक्की. ओके, ईरानी टिक्की मतलब चिकन है? चिकन. अच्छा, मटन कबाब है. ओके, मटन कबाब है. लाम मछली है. ओके ओके ओके. അപ്പം ये कितने लोगों को खा सकते हैं? ये 5 മെമ്പേഴ്സ്. ഓക്കെ, 5 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന പ്ലാറ്ററാണിത്. എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് 6 പേർക്ക് കഴിക്കാം. കാരണം 5 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനം 6 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ടീംമേറ്റ്സ് ആണ്. നമ്മളെല്ലാവരും കൂടി ഇന്ന് ഓഫീസ് കഴിഞ്ഞപ്പം നേരെ ഒരു ഫുഡടി എന്നുള്ളൊരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളൊരു 8-10 ആൾക്കാർ ഒരുമിച്ചുള്ള ഒരു സ്പേസ് ആണ് നോക്കുന്നതെങ്കിൽ അതിന് സുഖമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ബെന്നാർഘട്ട റോഡിലുള്ള ഫത്തൂഷാണ്. ഇവൻ കിട്ടുകൊടുക്കണം സ്പനീഷായി ഡാലോ ഓക്കെ. ദിൽഷാദ് ഫുഡ് അടിച്ചിട്ട് വയറ് നന്നായിട്ട് ചാടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ദിൽഷാൻ്റെ ഫുഡ് അടി കുറയ്ക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഫിഷ് അച്ഛാ, ഓ മട്ടനെ. അപ്പം ഇതിൽ ലൈക്ക് പ്രോൺസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, മട്ടൻ ഉണ്ട്. ഇനിയും അപ്പം നമ്മളിപ്പോൾ 4 പേർക്കുള്ളത് ഇട്ടിട്ടുള്ളൂ. ഇനിയും 2 പേർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം എന്തായാലും നമുക്ക് ആദ്യം ഇത് കഴിച്ച് തുടങ്ങാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ പ്ലേറ്റിലേക്ക് ഇടാൻ പാടില്ല. ഇത് നമ്മൾ നേരെ ഇതിൽ നിന്ന് തന്നെ കൈയിട്ട് കഴിക്കുമ്പോഴൊരു ഫീലാണ്. നല്ല ചിക്കൻ, സോറി ഫിഷ്. അതിൻ്റെ പ്ലേറ്റ് ഇട്ടൊന്നില്ലേ? കഴിച്ചാൽ പറയാം. ഇല്ല, ഫിഷ് ഫസ്റ്റ് കഴിക്കണം എന്നാണ്. സോ പിന്നെ എല്ലാം ബോൺലെസ് ആണല്ലേ? ബോണുള്ള ഒരു ഐറ്റംസും ഇല്ല. അപ്പോൾ നിങ്ങൾ ഒരു ഫാമിലിക്കായിട്ട് വരുന്നെങ്കിൽ നിങ്ങളെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് അവർക്ക് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്പെഷ്യൽ തവ പ്ലാറ്ററാണ്.
പിന്നെ അതേപോലെ തന്നെ മൊഞ്ചത്തി കോഴി, ആ കോയിനെ മൊഞ്ചാക്കിയിട്ട് നമ്മളെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല അറബിക് ചിക്കൻ മന്തി. അപ്പം ഈ മൊഞ്ചത്തി കോയിനെ നമ്മുടെ നാട്ടിലെ നല്ല പൊറാട്ട ഉണ്ടല്ലോ, അടിച്ച പൊറാട്ട ചൂടോടെ കൂട്ടിയിട്ട് ഇതാ ഇങ്ങനെ കഴിക്കണം. അപ്പോഴാണ് മൊഞ്ചത്തി കോയിൻ്റെ ഫുള്ളായിട്ടുള്ള ടേസ്റ്റ്. സത്യം പറഞ്ഞത് നമ്മളെ കോഴിക്കോട് ഉണ്ടല്ലോ മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനം കേട്ടോ ഈ മൊഞ്ചത്തി കോയി. ഇതും നല്ല നേരിയവത്തിരി കിട്ടണം. മൊഞ്ചത്തി കോയി നല്ല നേരിയവത്തിരി. ഇതിൻ്റെ മുന്നിൽ വേറൊന്നും ഒരു ഫുഡേ അല്ല. ഈ മൊഞ്ചത്തിക്കോയിൻ്റെ മുന്നിൽ നല്ല നാടൻ ഫീലുണ്ടല്ലോ. നമ്മൾ കോഴിക്കോട് കുറ്റിച്ചിറയിൽ ഇറങ്ങിയൊരു ഫീലുണ്ട്. ഇനിയുള്ളത് നമ്മളെ മന്തിയാണ്. അപ്പം നമ്മൾ ഫുഡിലേക്ക് കടക്കാണ്. നിങ്ങളിനിപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ട്രിപ്പായിട്ട് വരുന്നുണ്ട്, നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് റെസ്റ്റോറൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ബെന്നാർകട്ടയുള്ളൊരു ബെസ്റ്റ് സ്പോട്ടാണ് ഫത്തൂഷ് എന്ന് പറയുന്നത്. താമസിക്കാനാണെങ്കിലും ഫുഡിനാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പാർട്ടി നടത്താനാണെങ്കിലും എല്ലാത്തിനും പറ്റിയൊരു സ്പോട്ടാണ് ഫത്തൂഷ്. ആൻഡ് വേറെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം അത്രയും നീറ്റാണ്, സെർവിങ് അടിപൊളിയാണ്, ആ ഒരു ആംബിയൻസും അടിപൊളിയാണ്. അപ്പം എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിലേക്ക് വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും ഫാമിലി ആയിട്ടുള്ളവർക്കും ഒരു ഗ്രൂപ്പായിട്ട് ചിന്തിക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഇവർ എന്താ പറയുക, ഇതൊരു ഡേറ്റിംഗ് സ്പോട്ടും കൂടിയാണ്. നിങ്ങൾക്കൊരു വൺ ഡേ ഡേറ്റിങ്ങിനൊക്കെ ഫുഡായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. മീൻസ് ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സംഭവം കൂടി ഇവരിലുണ്ട്. എന്തായാലും നിങ്ങൾ ബാംഗ്ലൂരിൽ ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. ഞാനെന്നാൽ ഫുഡ് കഴിക്കട്ടെ. താങ്ക് യു.